ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മൾ വീട് പണിയാൻ തുടങ്ങുന്ന സമയത്ത് നമ്മൾ ഏറ്റവും ആദ്യം തന്നെ ടെമ്പററി ബോർഡ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ടെമ്പററി ബോർഡ് വെക്കുന്നതിന് മുന്നേ അതിന് വരുന്ന പ്ലേറ്റും കാര്യങ്ങളും കണക്ഷൻസും അതിനാവശ്യമായ ഡിവൈസുകൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഇന്നത്തേൽ നോക്കാൻ പോകുന്നത്. ആദ്യമേ തന്നെ നോക്കി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, അതായത് അത് എല്ലാം ഉറപ്പിച്ചിരിക്കുന്നത് ഒരു മെറ്റലിൻ്റെ ഷീറ്റാണ്. ഈ മെറ്റലിൻ്റെ ഷീറ്റ് അതിൻ്റെ റെഡിമെയ്ഡായിട്ട് വരുന്നുണ്ട്. നമുക്ക് കടയിൽ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ രീതിയിൽ ടെമ്പററി ബോർഡിൻ്റെ സെപ്പറേറ്റ് ആ ബോർഡ് തന്നെ വരുന്നുണ്ട്. അത് 1000 രൂപ, 800, 1000 ആ റേഞ്ചിലൊക്കെയാണ് വരുന്നത്. അതായത് വേറെ ഒന്നും ചെയ്യാനില്ല, എല്ലാ ഹോളുകളും കാര്യങ്ങളും എല്ലാം ക്ലിയർ ചെയ്തിട്ടുണ്ടാവും. നമുക്ക് വേണ്ട പവർ പ്ലഗുകൾ, MCBകൾ, മെയിൻ സ്വിച്ച്, അതുപോലെ DP സ്വിച്ച്, ഹോൾഡർ, ഇതെല്ലാം തന്നെ അതിലേക്ക് ഫിറ്റ് ചെയ്താൽ മാത്രം മതി. കാരണം അതിൻ്റെ എല്ലാ ഹോളുകളും കറക്റ്റ് ചെയ്തിട്ടാണ് നമുക്ക് ഈ ബോർഡ് വരുന്നത്. നേരെ ഉറപ്പിക്കാനുള്ള, ബാക്കിൽ ഉറപ്പിക്കാനുള്ള രീതിയിലുള്ള അതിൻ്റെ ഹോളുകളും അതുപോലെ തന്നെ കറക്റ്റ് ചെയ്തിട്ടാണ് വരുന്നത്. പിന്നെ എക്സ്ട്രാ ഒരു വിചാരി സിസ്റ്റം വരുന്നുണ്ട്. അതായത് നമുക്കത് തുറന്ന് എന്തെങ്കിലും ചെക്ക് ചെയ്തോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു വിചാരി സിസ്റ്റം, അതായത് സെറ്റപ്പ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു സ്വിച്ച് ബോർഡ് നമ്മളെങ്ങനെ അഴിക്കുന്നു അതുപോലെ തന്നെ സൈഡിലാണ് വിചാരി കൊടുത്തിരിക്കുന്നത്. നമുക്ക് സിമ്പിളായിട്ട് അങ്ങനെ ചെയ്യാനും സാധിക്കുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ അതിൻ്റെ കണക്ഷൻസും കാര്യങ്ങളും എല്ലാം കൊടുത്തിരിക്കുന്നത് ഫ്ലെക്സിബിളോസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതായത് പവർ പ്ലഗ്, അതുപോലെ തന്നെ RCCB വയ്ക്കാനുള്ള സ്പേസ്, ഹോൾഡർ, പഴയ ടൈപ്പ് നമ്മുടെ മെയിൻ സ്വിച്ച് വരുന്നുണ്ടെങ്കിൽ അത് കൊടുക്കണമെങ്കിൽ അത് കൊടുക്കാം. ഇനി ഫ്യൂസ് യൂണിറ്റ്, ഇപ്പോൾ ഒരു എക്സ്ട്രാ വരുന്ന പവർ പ്ലഗുകൾ, ഇതെല്ലാം തന്നെയാണ് ഇതിനകത്ത് മെയിനായിട്ട് വരുന്നത്. പിന്നെ മെയിനായിട്ട് നമ്മളൊരു സ്വിച്ച് കൂടി കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് ടെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, കറണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഓൾറെഡി ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ട് അവിടെ മുകളിലായിട്ട് ഒരു ഹോൾഡറിന് വേണ്ടിയിട്ട് സ്വിച്ച് കൂടി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്ന് ചെക്ക് ചെയ്യാം. ഇവിടെയാണ് നമ്മുടെ മീറ്റർ വരുന്നത്. മീറ്ററിലേക്ക്, അതായത് KSBയിൽ നിന്ന് നമ്മുടെ കണക്ഷൻ തന്നതിന് ശേഷം അതിൽ നിന്ന് വന്നിരിക്കുന്ന 2 ഔട്ടാണ്. ഫേസ് ന്യൂട്രൽ വരുന്നു. ആ ന്യൂട്രൽ ഡയറക്റ്റായിട്ട് നമ്മൾ വരുന്ന പ്ലഗുകളിലേക്ക് അല്ലെങ്കിൽ പറയുന്ന ഐസൊലേറ്ററിലേക്കൊക്കെ ഡയറക്റ്റായിട്ട് പോകുന്നു. ആദ്യം ഫ്യൂസ് യൂണിറ്റിലേക്കാണ് വരുന്നത്. ഫ്യൂസ് യൂണിറ്റിൽ നിന്ന് നേരെ വരുന്നത് നമ്മുടെ പണ്ടത്തെ ടൈപ്പ് മെയിൻ സ്വിച്ച്. ഇവിടെ നമുക്ക് വേണമെങ്കിൽ മെയിൻ സ്വിച്ചിനും പകരമായിട്ട് ഐസൊലേറ്റർ കൊടുക്കാം. ഇത് നമ്മൾ മെയിൻ സ്വിച്ച് അവിടെ ഉണ്ടായിരുന്നതുകൊണ്ട് അത് കൊടുത്തു. അതിനുശേഷം ആ മെയിൻ സ്വിച്ചിൽ നിന്നും ഫേസ് ന്യൂട്രൽ കൺട്രോൾ ചെയ്തതിന് ശേഷം നേരെ വരുന്നത് RCCBയിലേക്കാണ് വരുന്നത്. RCCBയുടെ ഇന്നിലേക്ക് വരുന്നു. അതിൽ നിന്ന് ഔട്ടാണ് ഈ പറയുന്നത് എല്ലാ സ്ഥലത്തേക്കും ഡിവൈഡ് ചെയ്ത് പോകുന്നത്. ശ്രദ്ധിക്കേണ്ട കാര്യം, RCCB മസ്റ്റായിട്ട് നമ്മൾ ടെമ്പററി ബോർഡ് വയ്ക്കുമ്പോൾ കൊടുക്കണം. അതിൽ നിന്ന് നേരെ ഔട്ട്, ടെമ്പററി ബോർഡിൽ നിന്ന് നേരെ വരുന്ന ഔട്ടുകൾ, ഒന്ന് നമുക്ക് മോട്ടറിന് വേണ്ടി DP സ്വിച്ച്, ഇത് നമ്മൾ ഹോൾഡറിന് വേണ്ടിയിട്ട്, ഇത് ഞാൻ നേരത്തെ പറഞ്ഞ മോട്ടർ സെക്ഷൻ, എന്തായാലും മോട്ടർ മസ്റ്റ് ആയതുകൊണ്ട് ഒരു DP സ്വിച്ച് എക്സ്ട്രാ കൊടുക്കുന്നു. പിന്നെ അതുപോലെ തന്നെ നമുക്ക് പവർ പ്ലഗ് മസ്റ്റായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒരു ടെമ്പററി ബോർഡ് വയ്ക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം, RCCB നമ്മൾ വില കുറഞ്ഞത് വാങ്ങിച്ച് വെക്കരുത്. പല രീതിയിലും കിട്ടുന്നുണ്ട്. 300 രൂപ, 400 രൂപ RCCB നമുക്ക് കിട്ടുന്നുണ്ട്. അതൊന്നും വാങ്ങിച്ച് വെക്കരുത്. നല്ല ക്വാളിറ്റിയുള്ള RCCB വയ്ക്കണം. കാരണം വേറെ ഒന്നുമല്ല, ഏറ്റവും കൂടുതൽ അപകടം നടക്കാൻ ചാൻസ് ഉള്ളത് വീട് പണിയുന്ന സമയത്താണ്. അപ്പോൾ അതൊരു ഹൈ ക്വാളിറ്റി സാധനം തന്നെ വയ്ക്കുന്നതാണ് ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ വലിയ അപകടം, വലിയ മരണം വരെ സംഭവിക്കാനുള്ള പ്രശ്നം കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് RCCB മസ്റ്റായിട്ടും ഹൈ ക്വാളിറ്റി തന്നെ വാങ്ങിച്ച് വയ്ക്കണം. അല്ലെങ്കിൽ ട്രിപ്പ് ആവില്ല. എന്തെങ്കിലും സംഭവിച്ചതിന് ശേഷമായിരിക്കും നമ്മളത് പിന്നീട് ആലോചിക്കുന്നത്. ഇത് നമ്മൾ കൊടുത്തിരിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന പൈപ്പാണ് എർത്ത് പൈപ്പ്. അത് നമ്മൾ ടെമ്പററി ബോർഡ് വയ്ക്കുന്നതിൻ്റെ താഴെ നമ്മൾ കുഴിയെടുത്ത് താഴ്ത്തിയതിന് ശേഷം നമുക്കതിലേക്ക് വരുന്ന എർത്ത് പവർ പ്ലഗിൽ നിന്നും അതുപോലെ തന്നെ നമ്മുടെ ടെമ്പററി ബോർഡിൻ്റെ മൊത്തം ബോഡിയിൽ നിന്നും, അതായത് ഇതിൽ നിന്ന് രണ്ടും കൂടി എടുത്തതിന് ശേഷം നമ്മൾ ഈ പറഞ്ഞ കോപ്പർ, അതായത് 12ൻ്റെ അല്ലെങ്കിൽ 10ൻ്റെ കോപ്പറാണ് നോർമൽ ഉപയോഗിക്കുന്നത് ഗേജ്, അതിൽ കണക്ട് ചെയ്തതിന് ശേഷം നേരെ നമ്മൾ താഴെ നമ്മൾ കുഴിയെടുത്ത് ചെയ്തതിന് ശേഷം അതിൻ്റെ അകത്തേക്ക് വന്നിരിക്കുന്നത് ഈ പൈപ്പിലേക്ക് കണക്ട് ചെയ്ത് ക്ലിയർ ആയിട്ട് കൊടുത്തിരിക്കുന്നു. അതുപോലെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യങ്ങളിലൊന്നാണ്, എർത്തും മസ്റ്റായിട്ട് നമ്മൾ കൊടുത്തിരിക്കണം. എർത്തും RCCBയും മസ്റ്റായിട്ട് നമ്മൾ നല്ല ഹൈ ക്വാളിറ്റി ഉള്ള രീതിയിൽ തന്നെ കൊടുത്തിരിക്കണം. അപ്പോൾ ഒരു ടെമ്പററി ബോർഡ് വയ്ക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ഫസ്റ്റായിട്ടും RCCB കൊടുക്കുക. RCCB വെച്ചില്ലെങ്കിൽ ട്രിപ്പ് ആവില്ല. എന്തെങ്കിലും സംഭവിച്ചാൽ നനഞ്ഞ് കിടക്കുന്ന സമയത്തോ പണിയുന്ന സമയത്ത് എന്തെങ്കിലും വെള്ളമോ കാര്യങ്ങളോ ഉണ്ടാകുന്ന സമയത്ത്, പണിക്കാർ ഉപയോഗിക്കുന്ന സമയത്ത് ട്രിപ്പ് ആവില്ല. അത് RCCB ഹൈ ക്വാളിറ്റി അല്ലെങ്കിൽ അപ്പോൾ വലിയ അപകടം സംഭവിക്കാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ മസ്റ്റായിട്ട് RCCB കൊടുത്തിരിക്കണം. എർത്തും അതുപോലെ കറക്റ്റായിട്ട് കൊടുത്തിരിക്കണം. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടു ഞാൻ വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്, ഷെയർ ചെയ്യാൻ മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.